അമേരിക്കൻ വംശജർക്ക് എപ്പോഴും മറക്കാൻ കഴിയാത്ത കാര്യമാണ് വർണ്ണവിവേചനം. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായ കാനഡയിലും ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വീണ്ടും മത്സരിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഒക്ടോബർ 21 പറയുന്ന ദിവസം അത് വളരെയധികം ടെൻഷന്റെ ദിവസമാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. കാനഡയിലെ മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിശ്വാസികളും അതോടൊപ്പം തന്നെ കറുത്ത വംശജരായ ആളുകളും പറയുന്നു ട്രൂഡോയെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് പ്രധാനമായ കാരണം അദ്ദേഹം 2001 നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹം അപ്പിയർ ചെയ്ത ഒരു ചിത്രത്തിന്റെ പേരിലാണ് അത് വേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട എന്നിപ്പോൾ ആളുകൾ പറയാനുള്ള പ്രധാന കാരണം. കാനഡയുടെ ഒരു യുവത്വ മുഖമാണ് അവിടുത്തെ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ. 2001 നടന്ന ഒരു മാഗസിൻ ഷോയ്ക്ക് വേണ്ടി പിക്ചർ ബുക്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ കറുത്ത മുഖം എന്ന് പറയാൻ കാരണം അദ്ദേഹം കറുത്ത പെയിന്റ് അടിച്ചുകൊണ്ട് അപ്പിയർ ചെയ്ത മുഖം അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും അധികം വർണ്ണവിവേചനമുള്ള ഒരു വ്യക്തി എങ്ങനെ കാനഡയുടെ പ്രധാനമന്ത്രിയായി എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. രണ്ടാമതും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അധികാരം കിട്ടുന്ന കാര്യം സംശയം തന്നെയാണ്. കാനഡയിലെ പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയെ തള്ളി പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന പിയറി ട്രൂഡോയുടെ മകൻ കൂടിയായ ജസ്റ്റിൻ ട്രൂഡോ 29ാമത്തെ വയസ്സിൽ 2001 വാൻകൂവറിൽ വെച്ച് നടന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് വെച്ച് പോസ് ചെയ്ത ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ആയി മാറിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം എനിക്കന്ന് വിവേകം ഇല്ലായിരുന്നു അല്ലെങ്കിൽ എനിക്കന്ന് തിരിച്ചറിവില്ലായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. 29ാമത്തെ വയസ്സിൽ ഒരു വ്യക്തി അധ്യാപകനായിരിക്കുമ്പോൾ തിരിച്ചറിവില്ല എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയെ ഇനി ഞങ്ങൾക്ക് വേണ്ട, കാനഡയ്ക്ക് വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ട്രൂഡോയ്ക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് അധികാരത്തിൽ വരുന്ന കാര്യം സംശയമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി എളുപ്പമാകുകയാണ് കാര്യങ്ങൾ. ട്രൂഡോ അറിയാതെ അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും വിചാരിച്ചു കാണില്ല ഈ നിർണായക നിമിഷത്തിൽ ഇങ്ങനെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയധികം ഷെയർ ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം കരുതി കാണത്തില്ല. അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഏതാനും സ്ത്രീകളോടൊപ്പം നിന്ന് പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം, അതിൽ കറുത്ത ഛായ തേച്ചുകൊണ്ട് അല്ലെങ്കിൽ കറുത്ത ഛായാമുഖത്തോടു കൂടി നിൽക്കുന്ന ആ രൂപം അത് വിവേചനമാണ്, വർണ്ണവിവേചനമാണ്. ട്രൂഡോയുടെയൊക്കെ മനസ്സിൽ വർണ്ണ വിവേചനമുണ്ടെന്നും അല്ലെങ്കിൽ കറുത്ത വംശജരോട് പരിഹാസപൂർവമായിട്ടുള്ള ഒരു ഭാവമാണ് അദ്ദേഹത്തിനുള്ളത് എന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, പ്രതിപക്ഷ കക്ഷികൾ കാനഡയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ട്രൂഡോ പറയുന്നു, എൻ്റെ മനസ്സാൽ അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചല്ലെങ്കിൽ ഉദ്ദേശിച്ചല്ല ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ കാനഡയിലെ ട്രൂഡോ പക്ഷക്കാരായ അല്ലെങ്കിൽ ട്രൂഡോയുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളും പറയുന്നത്. ഇതോടുകൂടി ട്രൂഡോയുടെ രാഷ്ട്രീയ ഭാവി അസ്തമിക്കുകയാണോ? കാനഡയിൽ അവരുടെ ഏറ്റവും ജനകീയ മുഖമായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമാധിയാണോ ഈ ഫോട്ടോയിലൂടെ മാത്രം തീരാതലവേദനയായി മാറുന്നത്? ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് കാനഡയിൽ സർവസമ്മതനായിരുന്നു വളരെ ചെറുപ്പക്കാരനായ ജസ്റ്റിൻ ട്രൂഡോ എന്ന ഈ വ്യക്തി. അദ്ദേഹം 40കളിലെ ഊർജ്ജസ്വലത അതേപോലെ നിലനിർത്തിക്കൊണ്ട് കണ്ടാൽ ഒരു കോളേജ് പയ്യനെ പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു ഹാൻസം യങ് ലുക്കിംഗ് ഒരു ചാമിങ് ബോയുടെ മുഖത്തോടുകൂടി നടക്കുന്ന ട്രൂഡോയെ ആളുകൾ ഇനി ഏത് അർത്ഥത്തിലായിരിക്കും കാണുന്നത്? പരിഹാസപൂർവം കറുത്ത വംശജരെ കളിയാക്കി എന്ന പേരിലാണ് ഇപ്പോൾ ആളുകൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. പരിഹാസത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു രസത്തിന് വേണ്ടി, ഒരു ടൈം പാസിന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഏതാനും മാഗസീനുകൾ അല്ലെങ്കിൽ പത്രങ്ങൾ ഒക്കെ ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു. ട്രൂഡോയ്ക്ക് ഇത് രാഷ്ട്രീയപരമായ തിരിച്ചടി തന്നെയാണ്. ഒപ്പം വ്യക്തി ജീവിതത്തിലും അത് തിരിച്ചടിയുടെ ഒരു കാലഘട്ടം തന്നെയാണ്.